കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോടും ദൈവാസികത്തോടും കൂടി ഈ സന്ദേശം നിങ്ങൾ ശ്രമിച്ചാൽ ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടായി. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യും. അത് പുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് പഴയ നിയമ കാലഘട്ടത്തിൽ അറിയപ്പെട്ട 3 പിതാക്കന്മാരാണ് അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഇന്നും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലപ്പോഴും ഉദ്ധരിക്കാറുള്ള ഒരു വാക്കാണ് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവേ എന്ന് പറഞ്ഞ് ഉദ്ധരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അത്രയ്ക്കും പ്രാധാന്യം ഇവർക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. ഞാനിതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഇസഹാക്കിൻ്റെ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം, ഇസഹാക്കിൻ്റെ കാലത്ത് അതാണ് സംഭവിക്കുന്നത്. പക്ഷേ അവിടെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. 26:1 അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമം കൂടാതെ ഈ കാലത്തും ഒരു ക്ഷാമം, പിന്നെയും ഒരു ക്ഷാമം വെളിപ്പെട്ടു വന്നു. എവിടെയാണ് അബ്രഹാമിൻ്റെ കാലത്തൊരു ക്ഷാമം ഉണ്ടായത്? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോഴാണ് അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത്, അല്ലേ? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശം നോക്കി പുറപ്പെടുക എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. 12-ന്റെ 5-ാം വാക്യത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നു, അവർ യാത്ര ചെയ്ത് കനാൻ ദേശത്ത് എത്തി. സ്തോത്രം. അപ്പം അവിടെ അവർ കനാൻ ദേശത്തിൽ പ്രവേശിച്ചു. അതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളുമൊക്കെ അനുഭവിപ്പാൻ തക്കവണ്ണം ഇവിടെ. എന്നാൽ കാലങ്ങൾ കടന്നുപോയപ്പോൾ 12-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യത്തിൽ പറയുന്നു, ആ ദേശത്ത് അബ്രഹാം പാർത്തിരുന്ന കനാനിൽ ക്ഷാമം വെളിപ്പെട്ടപ്പോൾ അവൻ മിസ്രൈമിലേക്ക് പോകുവാൻ തക്കവണ്ണം ഇടവൻ, അല്ലേ? സ്തോത്രം. നമുക്കറിയാം ഇവിടെയും ഈ ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്തും വരികയാണ്. എന്തുകൊണ്ടാണ് ഇത് സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാൻ കാരണം? അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമം അബ്രഹാമിനെ മിസ്രൈമിലേക്ക് നടത്തി. സ്തോത്രം. അവിടെ വെച്ചാണ് ഹാഗർ എന്ന മിസ്രൈമെ ദാസി അബ്രഹാമിൻ്റെ വീടിനോട് ചേർന്ന് വരുന്നത്. അതാണ് പിന്നത്തേതിൽ സ്തോത്ര വാഗ്ദത്ത സന്തതി അല്ലാത്തൊരു സന്തതി ആ കൂടാരത്തിനകത്ത് ജനിക്കാൻ കാരണമായത് അബ്രഹാമിൻ്റെ മിസ്രൈമിലേക്കുള്ള പോക്കാണ്. മിസ്രൈമിൻ്റെ ദാസിയായിരുന്ന ഹാഗർ അവൻ്റെ വീട്ടിനകത്ത് പ്രവേശിക്കാൻ കാരണമായതിൻ്റെ ഒരു വഴി എന്ന് പറയുന്നത് ആ വഴിയാണ്. അപ്പം അതേപോലൊരു ക്ഷാമം ഇസഹാക്കിൻ്റെ കാലത്തും വരുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് 26-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആ ക്ഷാമത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ നിന്ന് കനാൻ ദേശത്ത് നിന്ന് യാത്ര പുറപ്പെട്ട ഇസഹാക്ക് ഫെലിസ്ത്യ ദേശത്തെത്തി. അവിടെ വെച്ച് ദൈവം പ്രത്യക്ഷനാകുകയാണ്. 2-ാം വാക്യത്തിൽ നിന്ന് ശ്രദ്ധിച്ച് 26-ന്റെ 2 പറയുന്നത് ഇങ്ങനെയാണ്, ഇസഹാക്കിനോട് ദൈവം പ്രത്യക്ഷനായി പറയുകയാണ്, ഇസഹാക്കെ നീ മിസ്രൈമിലേക്ക് പോകരുത്. എന്തുകൊണ്ട് ദൈവം അത് പറഞ്ഞു? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഒരു ദൂത് ഞാൻ പറയാം. ചിലത് നമ്മുടെ ജീവിതത്തിനകത്ത് ആവർത്തിക്കപ്പെടുന്നത് നമ്മളെ തകർക്കാനുള്ള ലക്ഷ്യം തന്നെയാണ്. അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ക്ഷാമം അബ്രഹാമിനെ മിസ്രൈമിലേക്ക് നടത്തി. അവിടെ നിന്ന് ഹാഗർ എന്ന ദാസിയിലൂടെ ജഡത്തിൻ്റെ സന്തതി അവരുടെ കൂടാരത്തിനകത്ത് ജനിക്കുകയും പിന്നത്തേതിൽ സ്തോത്രം ഇസ്രായേൽ ജനത്തിൻ്റെ ആത്മീക ഭൗതിക മേഖല ഇന്നും ലോകത്തിന് സ്തോത്രമല്ല പലപ്പോഴും ഭാരത്തിനും വേദനയ്ക്കും ദൈവജനത്തിൻ്റെ കഷ്ടതയ്ക്കും കാരണമായി തീരുന്ന ഇസ്മായേലിയ വ്യാപാരങ്ങൾ സ്തോത്രമല്ലേലൂയ വെളിപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാതിന് കാരണമായത് അബ്രഹാമിൻ്റെ മിസ്രൈമിലേക്കുള്ള യാത്രയാണ്. അതിൻ്റെ യഥാർത്ഥ റൂട്ടെന്ന് പറയുന്നത് അന്ന് വെളിപ്പെട്ട ക്ഷാമമാണ്. അതേ ക്ഷാമം പിന്നെയും ആവർത്തിക്കപ്പെടുന്ന ഇസഹാക്കിൻ്റെ കാലത്ത് ഇസഹാക്കിനെയും അതേ മണ്ണിലേക്ക് അവനെ തിരികെ കൊണ്ടുപോകുവാൻ വെല്ലുവിളിക്കുന്ന മേഖലകളുമുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആവർത്തിക്കപ്പെടുന്ന ക്ഷാമങ്ങൾ അത് നമ്മളെ തകർക്കുവാനാണ്, നമ്മളെ കൊടുക്കുവാനാണ്. മിസ്രൈമിൻ്റെ അടിമമുഖത്തിലേക്ക് നമ്മെയോ നമ്മുടെ സന്തതികളെയോ കടത്തിവിടാൻ വേണ്ടിയുള്ള പൈശാചിക തന്ത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് കനാൻ ദേശത്തിൽ വരുന്ന ക്ഷാമങ്ങൾ താൽക്കാലികമെന്ന് ചിന്തിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് നിന്നെ എവിടെയാണ് ദൈവമാക്കി വെച്ചത് അവിടെ നീ തുടരുവാൻ സ്തോത്രം തയ്യാറായ ദൈവത്തിൻ്റെ മഹത്വം ജീവിതത്തിൻ്റെ അകത്തലങ്ങളിൽ വെളിപ്പെട്ട് വരുവാൻ തക്കവണ്ണം ഇടയാകും. അതുകൊണ്ട് സ്തോത്രം ദൈവഹിത പ്രകാരമുള്ള ജീവിതത്തിനായിട്ട് ദൈവം നിന്നെ ആക്കി വെച്ച മണ്ഡലങ്ങൾ വിശ്വസ്തത പുലർത്തിക്കൊണ്ടായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം
നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനാണ് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടിയിൽ മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താട്ട് അനേകർക്ക് ഈ മെസ്സേജ് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമായി മാറുവാൻ സ്വർഗമിടവരുത്തും. എല്ലാ മഹത്വവും കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.